ഹലോ, ഞാനും രാകേഷും കൂടി ഇന്ന് കുറച്ച് ഭക്തിമാർഗത്തിലോട്ടാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായെങ്കിലും ഞങ്ങൾ നല്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു. അത് പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴും ലോങ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും കല്യാണം കഴിച്ചെന്നൊരു ബോധമേ ഉണ്ടായിരുന്നില്ല. ആകെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് ബോധം വരാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങയൊക്കെ ഉടച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആറ്റുകാലിലോട്ടാണ് പോകുന്നത്. കാരണം രാകേഷും ആറ്റുകാലിൽ പോയിട്ടില്ല. അവൻ്റെ വീട് പുനലൂരും എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോകാം, നീ പേടിക്കണ്ട. അങ്ങനെ ഞാൻ പിന്നെ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ മാപ്പ് ഇട്ടു. എനിക്കങ്ങനെ സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അത് പറയുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല. അതിനാണ് എന്നെ ഈ കളിയായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രശ്നമില്ല. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞൂടാ എന്ന് തന്നെ പറയണം. അറിയാമെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആറ്റുകാലെത്തിയപ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നടന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ മൊബൈൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. മൊബൈലൊക്കെ സബ്മിറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ അധികം വീഡിയോ ഒന്നും ആർക്കും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നാരങ്ങളൊക്കെ എത്തിച്ച കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കുന്നവരുണ്ടായിരുന്നേ, ഞാൻ എടുത്തപ്പോൾ എന്നെ പൊക്കി. അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് ഇരുന്ന് കുറച്ച് ഭാവി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്താണ് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ചിന്തിച്ച് ലാസ്റ്റ് അടിയാകുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. കാറിൽ കയറി എനിക്ക് വിശക്കും. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വല്ല കഴിക്കാനാണ്. കാറിൽ കയറി ഞാൻ ബസന്തിയാണ്, ബുക്കാര ചുന്നിക്കുട്ടിയാണ് എനിക്ക്. അതുകൊണ്ട് ഞങ്ങൾ ചായ ടൈമിൽ കയറി ചായ കുടിച്ചു. പിന്നെ ചായ ടൈമിൽ കയറി ചായ കുടിക്കാതെ അത് കഴിഞ്ഞ് 2 കടി കുടിച്ചു. ഞാൻ മുട്ട ബജ്ജി 2 രാകേഷ് ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കൊഴുക്കട്ടയെന്ന് കണ്ടോ, അവൻ്റെ കൊഴുക്കട്ട വലുതാണ്, എൻ്റെ മുട്ട ബജ്ജി കണ്ടോ കുറഞ്ഞേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് രാകേഷിനോട് ഞാൻ വീഡിയോയിൽ കഴിക്കാൻ വേണ്ടി കാണിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വീട്ടിൽ വന്നു. ബായ്.